ഒരു സായം സന്ധ്യയിൽ ഞങ്ങൾ പാലക്കാട് നിന്നും ഒലവക്കാടേക്കുള്ള യാത്രയിൽ കൽപ്പാത്തി പുഴ സന്ദർശിച്ചു. പുഴയുടെ തെക്ക് വടക്ക് കിഴക്ക്, അതായത് ഏകദേശം 3 വശങ്ങളിലുമായി പശ്ചിമഘട്ട മലനിരകൾ തലയെടുപ്പോടെ നിൽക്കുന്ന അത്ഭുത ദൃശ്യങ്ങൾ. പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യാസ്തമയം. അസ്തമയകിരണങ്ങൾ കൽപ്പാത്തിപ്പുഴയിൽ അരുണശോഭ തെളിയിക്കുന്ന മനോഹരമായ കാഴ്ച. ദേശാടന പക്ഷികൾ ഉൾപ്പെടെ പറവകൾ ചേക്കേറാനുള്ള തിരക്കിൽ. മരച്ചില്ലകൾക്കിടയിലൂടെ അസ്തമയ സൂര്യനെ കാണാൻ എന്തൊരു ഭംഗി! ആരും നോക്കി നിന്നു പോകും, അത്ര മനോഹരം. തിരക്കുള്ള അല്പം ഇടുങ്ങിയ പഴയ കൽപ്പാത്തി പാലത്തിലൂടെ പതിയെ വളരെ ശ്രദ്ധാപൂർവം ഞങ്ങൾ മുന്നോട്ട് നടന്നു. കൽപ്പാത്തി പുഴയുടെയും പഴയ കൽപ്പാത്തി പാലത്തിൻ്റെയും ചരിത്രം തേടി. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിലെ ചെന്താമരക്കുളം എന്ന ഉയർന്ന മലമ്പ്രദേശത്ത് നിന്നുമാണ് പുഴയുടെ ഉത്ഭവം. മലമ്പുഴ, വാളയാർ, കോരയാർ, വരട്ടാർ എന്നീ 4 അരുവികൾ ചേർന്നതാണ് കൽപ്പാത്തിപ്പുഴ. പാലക്കാടിന് പടിഞ്ഞാറുള്ള പറളയിൽ വെച്ച് കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയിൽ ചേരുന്നു. കൽപ്പാത്തി പുഴയുടെ ഇരുകരകളിലും പാറകളാണ്. പാറ കൊണ്ടുണ്ടാക്കിയ ഒരു ഓവിലൂടെ അല്ലെങ്കിൽ പാത്തിയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് കൽപ്പാത്തി എന്ന് പേര് വന്നതെന്ന് വിശ്വസിക്കുന്നു. ദക്ഷിണകാശി അല്ലെങ്കിൽ തെക്കിൻ്റെ വാരണാസി എന്നും അറിയപ്പെടുന്നു. വിശ്വപ്രസിദ്ധമായ വിക്ടോറിയ കോളേജ്, ചരിത്ര സ്ഥലങ്ങളായ ചുണ്ണാമ്പുതറ, ജൈനിമേട് എന്നിവയെ ഒലവക്കോടേക്ക് ബന്ധിപ്പിക്കുന്ന പാലമാണിത്. അതായത് കൽപ്പാത്തിപ്പുഴയ്ക്ക് കുറുകെ പാലക്കാടിനെയും ഒലവക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ബ്രിട്ടീഷ് നിർമ്മിത പാലം. തമിഴ് ബ്രാഹ്മണരുടെ കേരളത്തിലേക്കുള്ള ആദ്യത്തെ വരവിനെ തുടർന്ന് സെറ്റിൽമെൻറ്റുകളിലൊന്ന് കൽപ്പാത്തി അഗ്രഹാരമായിരുന്നു എന്നാണ് വിശ്വാസം. അഗ്രഹാരത്തിൻ്റെ സൈഡിലൂടെ പുഴ മുന്നോട്ടൊഴുകുന്നു. പുഴയുടെ തീരത്ത് ഒരു കാലത്ത് പ്രസിദ്ധമായ ഓട്ട് കമ്പനികൾ ഉണ്ടായിരുന്നു. മുത്തുപട്ടണം, മാണിക്യപട്ടണം എന്നീ പ്രദേശങ്ങളും ഇതിനടുത്താണ്. കോമൺവെൽത്തിൻ്റെ ഓട്ട് കമ്പനി വളരെ പ്രശസ്തമായി പ്രവർത്തിച്ചിരുന്നു. ഓടിന് ആവശ്യക്കാർ കുറഞ്ഞപ്പോൾ കമ്പനി പൂട്ടിപ്പോയി. ഒരു കാലത്ത് ഗ്രാമത്തിനും ഒലവക്കോട് പ്രദേശത്തിനും കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളം ഈ പുഴ കൊടുത്തിരുന്നു. പിന്നീട് മലമ്പുഴ അണക്കെട്ട് വന്നപ്പോൾ നീരൊഴുക്ക് കുറഞ്ഞു. തടയണകളാണ് ഇപ്പോൾ കൽപ്പാത്തിപ്പുഴയുടെ ജീവൻ നിലനിർത്തുന്നത്. അങ്ങനെ കൽപ്പാത്തിപ്പുഴയെയും കൽപ്പാത്തി പാലത്തെയും പറ്റി മനസ്സിലാക്കാനായി അല്പസമയം ചരിത്ര പടവുകൾ തേടി നടന്ന് ഞങ്ങൾ മറുകരയെത്തി. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. നേരിയ ഇരുട്ടായി. ഇനി മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം.